പശ്ചിമബംഗാൾ നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കും. രഞ്ജിത്ത് ലൈംഗിക താൽപര്യത്തോടെ സ്പർശിച്ചുവെന്ന് ആരോപിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ശ്രീലേഖ മിത്ര പരാതി നൽകിയത്. ഇതിന് പിന്നാലെ പോലീസ് അടിയന്തര യോഗം ചേർന്നു. പോലീസ് വിളിപ്പിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ പറയും എന്ന് ശ്രീലേഖ മിത്രയുടെ സുഹൃത്തും സംവിധായകനുമായ ജോഷി ജോസഫ് പ്രതികരിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നത്. വിഷ്ണു, ആ പരാതി വായിച്ചാൽ എന്താണ് വളരെ ക്ലാരിറ്റിയോടെ ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്നും അതിൻ്റെ ആരോടൊക്കെ ആ സമയത്ത് പറഞ്ഞുവെന്നും ഉണ്ടായ അനുഭവങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കേസെടുക്കാതെ മറ്റു വഴികൾ പോലീസിന് മുന്നിലുണ്ടോ വിഷ്ണു? ഹാഷ്മി, കേസെടുക്കാതെ ഒരു വഴിയും പോലീസിന് മുൻപിലില്ല. കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയറായുള്ള പരാതിയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മാത്രമല്ല, അന്നേ ദിവസം താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായി അവർ പറയുന്നു. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഭാഗമായി തന്നെ രഞ്ജിത്ത് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷമാണ് ഈ കടവന്ത്രയിലെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് കഥ ഡിസ്കസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനിടയിലാണ് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി നടൻ രഞ്ജിത്ത് തന്നെ കയറി പിടിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നിലവിൽ ശ്രീലേഖ മിത്ര കൊച്ചി സിറ്റി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി ലഭിച്ചതിൻ്റെ പിന്നാലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ആ യോഗത്തിലാണ് നിലവിൽ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പരാതിയിൽ അടിയന്തര പ്രാധാന്യം നൽകി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ് വരുന്നത് കലൂർ കടവന്ത്ര റോഡിലുള്ള ഫ്ളാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കമ്മീഷണർ ഓഫീസിൽ ലഭിച്ച ഈ പരാതി നേരെ ട്രാൻസ്ഫർ ചെയ്യുക നോർത്ത് പോലീസിലായിരിക്കും. കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ജോലി നോർത്ത് പോലീസിനാണ്. പക്ഷേ ഇതിൻ്റെ അന്വേഷണം നടത്തുക അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും. കഴിഞ്ഞ ദിവസമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ രൂപീകരിച്ചത്. അതിനകത്ത് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുണ്ട്. അവരായിരിക്കും കേസിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. പ്രത്യേകിച്ച് ശ്രീലേഖ മിത്രയുടെ മൊഴി രേഖപ്പെടുത്തുക അവിടുത്തെ വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും. പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന ജോലി മാത്രമാണ് നോർത്ത് പോലീസിനുള്ളത്. പരാതി എത്രയും പെട്ടെന്ന് ഈ കേസ് എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറും. സാധാരണഗതിയിൽ SITക്ക് ഇത്തരത്തിൽ കേസെടുക്കാനുള്ള ഒരു അധികാരമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നോർത്ത് പോലീസ് കേസ് എടുക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ഏതെല്ലാം വകുപ്പുകൾ രഞ്ജിത്തിനെതിരെ ചുമത്തുമെന്നാണ്. ഈ പരാതിയിൽ പറയുന്നത് 354 A പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം. അതിൽ കൂടുതലുള്ള വകുപ്പുകൾ ഉണ്ടാകുമോ, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ, അക്കാര്യങ്ങളെല്ലാമാണ് വിശദമായി മനസ്സിലാക്കേണ്ടത്. ഹാഷ്മി.